ഫസ്റ്റ് ടൈം ഇറ്റാച്ചിയുടെ ഡെത്ത് കണ്ടപ്പോൾ അത്രയ്ക്കൊന്നും ഫീലായില്ല. കാരണം അതുവരെ തന്നെ ഒരു വില്ലനായിട്ടാണ് കാണിച്ചു തന്നിട്ടുള്ളത്. എന്നാൽ ഇറ്റാച്ചി മരിച്ചതിന് ശേഷം ഒബീറ്റോ സാസുകയ്ക്ക് ചെറിയൊരു സ്റ്റോറി പറഞ്ഞു കൊടുക്കുന്നു. ആ ഒരു സ്റ്റോറി കേട്ട് കരയാത്തതായിട്ട് ആരും തന്നെ ഉണ്ടാകുമെന്ന് തോന്നുന്നില്ല. ഇറ്റാച്ചി തന്റെ ജീവിതകാലം മുഴുവൻ മറ്റുള്ളവർ സന്തോഷമായി ഇരിക്കണമെന്ന് ആഗ്രഹിച്ച് സ്വന്തം വംശത്തിൽ തന്നെ ഒരു വില്ലനായി മാറി നല്ലവനായി മരിച്ച ഒരു ക്യാരക്ടർ. താൻ മരിച്ചപ്പോഴും മറ്റുള്ളവർക്ക് കൊടുത്തിട്ടാണ് പോയത്. ഇതൊന്നും കൂടാതെ റീആനിമേഷനായി വന്ന ഇറ്റാച്ചി താൻ വിചാരിച്ചാൽ തന്റെ ജീവിതം എങ്ങനെ വേണമെങ്കിലും മാറ്റാൻ തനിക്ക് സാധിക്കുമായിരുന്നു. എന്നാൽ ആ സമയത്ത് കൂടി ഷിനോബി വേൾഡിനെ രക്ഷിക്കാനാണ് താൻ ശ്രമിച്ചത്. നറൂട്ടോ സീരീസിൽ പലർക്കും പല ക്യാരക്ടേഴ്സുകളെയാണ് ഇഷ്ടമെങ്കിലും ഇറ്റാച്ചി എന്ന ആ ഒരു കഥാപാത്രത്തിനോട് എല്ലാവർക്കും ഒരു പ്രത്യേക സ്ഥാനമാണുള്ളത്. ഫസ്റ്റ് ടൈം ഇറ്റാച്ചിയുടെ ഡെത്ത് കണ്ടപ്പോൾ അത്രയ്ക്കൊന്നും ഫീലായില്ല. കാരണം അതുവരെ തന്നെ ഒരു വില്ലനായിട്ടാണ് കാണിച്ചു തന്നിട്ടുള്ളത്. എന്നാൽ ഇറ്റാച്ചി മരിച്ചതിന് ശേഷം ഒബീറ്റോ സാസുകയ്ക്ക് ചെറിയൊരു സ്റ്റോറി പറഞ്ഞു കൊടുക്കുന്നു. ആ ഒരു സ്റ്റോറി കേട്ട് കരയാത്തതായിട്ട് ആരും തന്നെ ഉണ്ടാകുമെന്ന് തോന്നുന്നില്ല. ഇറ്റാച്ചി തന്റെ ജീവിതകാലം മുഴുവൻ മറ്റുള്ളവർ സന്തോഷമായി